കേരളത്തിലെ സ്ത്രീകൾക്ക് നല്ല കാലം വരാൻ പോണു. നമ്മുടെ രാഹുൽ ഗാന്ധി വക ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര. നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ കണ്ടോളൂ, കേരളത്തിലുള്ള അധ്യാപികമാരും അതിനേക്കാൾ ഉയർന്ന വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്നവരൊക്കെ സ്വന്തം സ്കൂട്ടികളും കാറുകളൊക്കെ വീട്ടിൽ വെച്ച് ബസ്സിൽ കയറാൻ പോവുകയാണ്. അവർക്കാർക്കും കാശുണ്ട്, ജോലിയോ മറ്റൊന്നും നോക്കിയിട്ടൊന്നുമല്ല, മറ്റൊരു ചിന്തയില്ല, എല്ലാവർക്കും സൗജന്യ യാത്ര. ഇതിൽ കയറുന്ന നമ്മൾ ഗോപാലട്ടനും മുഹമ്മദൊക്കെയൊക്കെ മടിയാവും. അവർക്ക് 5 പൈസ ഗതിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അത് സ്ത്രീകളല്ലല്ലോ. പെണ്ണായി പിറന്നെങ്കിലൊരു പാട്ടുണ്ട്, അത് ശോകഗാനമാണ്. അത് ഒരു വരിക്കൊന്ന് മാറ്റി പാടും, ഞങ്ങൾക്ക് ഇത്ര നന്നാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതിനെ ആരെങ്കിലും എതിർക്കുമോ? ഒരു സ്ത്രീ, ഒരു വനിതയുടെ വീഡിയോയിൽ ഇതിനെ എതിർത്തിട്ടുണ്ട്. എന്താ അതിൻ്റെ കാര്യം എന്ന് മനസ്സിലാവണില്ല. എന്തായാലും ഈ സമത്വ സുന്ദരമായ സൗജന്യ സുന്ദരമായ ഈ യാത്ര KSRTC ബസ് ഉള്ളിടത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. KSRTC ബസ് കയറുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തന്നെ കയറണം, അല്ലാണ്ട് അത് എല്ലാവർക്കും ഗുണം ചെയ്തോളുന്നില്ല. പിന്നെ മാത്രമല്ല, വേറെയും പ്രശ്നമുണ്ട്. പ്രൈവറ്റ് ബസ്സുകാരാണ് ഇടങ്ങാറാവും. എല്ലാവരും അതിൽ കയറാൻ പോയാൽ പിന്നെ അവരെന്ത് ചെയ്യും? ഇവിടെ ഒരു വല്ലാത്ത കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ളൊരു സമ്പ്രദായമാണ് പ്രൈവറ്റ് ബസ്സുകൾ. അവരൊക്കെ നല്ല രീതിയിലാണ് ഇതിൻ്റെയൊക്കെ കുറവ് നികത്തുന്നത്. എല്ലായിടത്തും KSRTC ബസ് എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് കാണാൻ പറ്റുന്ന സ്വപ്നം മാത്രമാണ്. കേരളത്തിൽ നടപ്പിലായിട്ടില്ല ഇതുവരെ. ഇനി ഒരു കാര്യം കൂടി ഉണ്ടോ, ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം പ്രശ്നം. അവിടെയും വനിതകളുണ്ടാവും ആ കൂട്ടത്തിൽ. അവർക്ക് ഇവിടെ രക്ഷയില്ല. കാരണം കർണാടകയിലൊക്കെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടത്രേ. അവിടെയൊക്കെ അവിടുത്തെ സ്റ്റേറ്റ് RTC എങ്ങനെ ഓടണമെന്ന് അറിയില്ല, എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല നമുക്ക്. എന്നാലും അന്യ സംസ്ഥാനത്തുള്ള സ്ത്രീകൾക്ക് അവിടെ ഒരു വകുപ്പില്ല. പിന്നെ ഇങ്ങനെ KSRTC ഇപ്പം തന്നെ എൻ്റെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം. എന്നും വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് KSRTCയുടെ പ്രശ്നം. എങ്ങനെയൊക്കെ അത് ഉന്തിത്തള്ളി കൊണ്ടുപോവാണ്. പിന്നെ ഇപ്പോൾ ഒരു ധൈര്യത്തിന് പറയാലോ, ജയിച്ചാലേ കൊടുക്കണ്ടോ. പ്രഖ്യാപനം മാത്രമാണല്ലോ. കട്ടപ്പുറത്ത് കയറും 2-ാം ദിവസം ഇങ്ങനെ സൗജന്യം കൊടുത്താൽ. തമിഴ്നാട്ടിലാണെങ്കിൽ വിജയുടെ വക മറ്റൊരു പ്രഖ്യാപനം. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ പോയി ജനിക്കാമായിരുന്നു എന്ന്. സ്ത്രീകൾക്ക് അവിടെ സ്ത്രീകൾക്ക് ഉള്ളൂ കേട്ടോ. സ്ത്രീകൾക്ക് 1 പവൻ സ്വർണം വിവാഹത്തിന്, അതിൻ്റെ മുമ്പ് കൊടുക്കില്ല. ഈ വിവാഹത്തിന് കൊടുക്കുന്ന സ്വർണം എവിടേക്കാണ് പോകണത്? കെട്ടിയവൻ്റെ വീട്ടിലേക്ക്. സ്ത്രീധനം എന്നുള്ള സമ്പ്രദായം ഉണ്ടല്ലോ, അതിനെങ്ങനെ ഒന്നും കൂടി ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് വിജയ്. ഭരണത്തിൽ വന്നാൽ കൊടുക്കാൻ പോകുന്ന ഈ 1 പവൻ സ്വർണം കൊണ്ടൊന്നും ആവില്ല. എങ്കിലും സ്ത്രീധനം എന്ന ആ അനാചാരത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ വനിത ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. അവർ പറയുന്നത് അവർ ജോലിക്കാരിയാണ്, അവർ ജോലിക്ക് പോകുന്നത് സ്വന്തം പൈസ മുടക്കിയിട്ടാണ്. ബസ് കയറിയിട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ സ്വന്തം പൈസ. അതിനിടയ്ക്ക് ഒരു സൗജന്യം തരുന്നത് സ്ത്രീകളെ ഒരു 2-ാം തരക്കാരായി മാറ്റുന്ന രീതിക്കാണ് തുല്യമാണ്. അതായത് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ വേണ്ട പോലെ ചെയ്തോളും, നിങ്ങളതൊക്കെ ആനുകൂല്യങ്ങൾ പറ്റാനുള്ള ആൾക്കാരാണ്. പുരുഷാധിപത്യത്തിലേക്കുള്ള ഒരു ഇതിലേക്ക് പോക്കാണത്. കേരളം വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. എങ്കിലും ഇവിടെ പ്രശ്നങ്ങളുണ്ട്. സാമൂഹ്യ നീതിയുടെ കാര്യത്തിലും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സാമൂഹ്യ നീതി അവർക്ക് കിട്ടുന്നത് ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. അനീതികൾ അവർ കുറേ നേരിടുന്നുണ്ട്, പലയിടത്തും ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. ആ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഒരു ആനുകൂല്യമൊന്നും അവർക്ക് വേണ്ട. അവർക്ക് തുല്യതയാണ് വേണ്ടത്, അന്തസ്സാണ് വേണ്ടത്. അവർക്ക് ജോലി ചെയ്യാനും പഠിക്കാനും, ചെറുപ്രായത്തിൽ പഠിക്കാനും പിന്നെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. പല വീടുകളിലും ദാമ്പത്യത്തിനകത്ത് തന്നെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ജോലിക്ക് പോകാൻ കഴിവുള്ള ഒരു സ്ത്രീയെ അതിന് വിടാതിരിക്കുന്നവരുണ്ട്. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. സ്ത്രീധനം എന്ന ആ സമ്പ്രദായത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 1 പവൻ അതിലേക്ക് കൂട്ടാം. അല്ലാണ്ട് സ്ത്രീധനം എന്ന സമ്പ്രദായത്തിനെ എതിർക്കല്ല ചെയ്യുന്നത്. ഇതൊക്കെ ഇവർ പിന്നെ വേറെ കൂടിയുണ്ട്. 1000 രൂപ പ്രതിമാസം പെൺകുട്ടികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്ക് പൈസ കൊടുക്കും. ഇതൊക്കെ പറഞ്ഞാൽ മതി. എന്താ ആൺകുട്ടികൾക്ക് ചിലവില്ലേ? ഇതെന്തിനായി പെൺകുട്ടികൾ? അവിടെയും ഇതേ പ്രശ്നം തന്നെയാണ്. ഈ പെൺകുട്ടികളെ ഒരു 2-ാം കിടക്കാരായി കാണാണ്. അവർക്ക് ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഫീസ് അളവുണ്ട്, മറ്റ് പല കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അപേക്ഷിക്കാൻ നല്ലത് ഇതല്ലല്ലോ അതിന് പോകാൻ വഴി. ഇവരുടെ മറ്റൊരു ഇതാണ് നമ്മുടെ സാമൂഹ്യ പെൻഷൻ രണ്ട് രീതിയിൽ ചെയ്യുന്നത്, വർദ്ധിപ്പിക്കുന്നത്. UDFന്റെ മുൻ ഭരണകാലത്തൊക്കെ ഉണ്ടായത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മറ്റൊന്നും ഉണ്ടാവില്ല. രാഹുൽ ഗാന്ധിക്ക് തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മൂപ്പരുടെ പോക്കണല്ലോ സ്ഥിരമായിട്ട് പലയിടത്തേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോക്കില്ലേ. ഇപ്പം ഇവിടെ ഇതിനെ വിമർശിക്കുന്നു, വനിതയെ വിമർശിക്കാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. പാവപ്പെട്ട സ്ത്രീകൾക്ക് എവിടെയെങ്കിലും പോകാൻ 5 പൈസ കിട്ടുന്ന ഇല്ലാണ്ടാക്കൽ
തന്നെയല്ലേ ഇവൾ ചെയ്യുന്നതെന്ന്. ഇവിടെ ബസ് കയറാനുള്ള പൈസ അല്ല ഒരു സ്ത്രീയുടെ പ്രശ്നം. കേരളത്തിൽ പോലും സ്ത്രീകൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവർ വളരെ അത്യധ്വാനം ചെയ്തിട്ടാണ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. സർക്കാരും സമൂഹമൊക്കെ അതിനൊപ്പം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇനിയും പലതും നേടാനുണ്ട്. അപ്പോൾ അതൊന്നും നേടാണ്ട് ഇത്തരം സൗജന്യങ്ങൾ കൊടുത്ത് സ്ത്രീകളെ ഒരു അരിക്കാക്കി മാറ്റി ആണുങ്ങളുടെ അല്ലെങ്കിൽ ആണുങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിലാക്കി നിർത്തുന്ന പ്രവണതയാണ് അവർ എതിർക്കുന്നത്. അതിൽ യാതൊരു തെറ്റുമില്ല. ആ എതിർപ്പിനെ ഞാനതിന് സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബസ് കയറാനുള്ള പൈസ അല്ല ഒരു സ്ത്രീയുടെ പ്രശ്നം.